സോ നമ്മുടെ കുറച്ചധികം നാളായിട്ട് ഈ പ്രൊമോഷനിൽ ഈ സുമതി വളവിനെ പറ്റി, സുമതി വളവിൻ്റെ അനൗൺസ്മെൻറ്റ് മുതൽ കുറച്ചധികം നാളായിട്ട് ഇത് ഇങ്ങനെ ഇന്റർനെറ്റിൽ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. ഒറിജിനൽ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. സോ സുമതി വളവിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മാളികപ്പുറം അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള വിഷ്ണു ശശാങ്കറും അതുപോലെ റൈറ്റർ അഭിലാഷ് പിള്ളയാണ് ഇതിൻ്റെ. ഒരു പാട്ട് ഇറങ്ങിയത് രസമുണ്ടായിരുന്നു. ഏതായിരുന്നു? മറ്റേ ഒരു അമ്പലത്തിലൊരു ഉത്സവത്തിനുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ടോ? എല്ലാം ഡാൻസ് അല്ലല്ല, ലവ് സോങ് ആണോ? ലവ് സോങ്, അത് രസമുണ്ടായിരുന്നു ഒരു പാട്ട്. സോ അതിന് ട്രെയിലർ വന്നിട്ട് നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ഇത് ആക്ച്വലി ഹൊറർ സ്റ്റോറിയാണ്. ഒരു പടം ആകുമ്പോൾ ഇതിൻ്റെ പാട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അത്ര ഡാർക്ക് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നിയില്ല. സോ നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. ഞാൻ പിന്നെ നോക്കാൻ പോയില്ല, ഞാൻ പുറത്തിറങ്ങി. എനിക്ക് എന്ത് സമ്മതി, ഞാനിങ്ങനെ വളവാണ് കണ്ടാ ഇത്രടുത്ത് മുഖാമുഖം. നീ അവളോട് അഭിലാഷ് പിള്ള അഭിനയിക്കുന്നുണ്ട്. ബെന്നിച്ചേട്ടൻ ഇതിലെ പണിയില് സാറേ ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടമായ പിന്നെ കൊള്ളാടോ. എനിക്ക് നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ഇതൊക്കെ ഉള്ളതാണ്. അല്ലേ ഷോട്ട്? രഞ്ജൻ രാജ് അധികം ഡാർക്കാണല്ലേ? കളർഫുള്ളായിട്ടുള്ള പാട്ടുകളും ഡാർക്ക് പടം വന്നത്. ആരായിരുന്നു സുമതിയായിട്ടാണ് നടത്തില്ല. ആ കാണിച്ചത് മറ്റേ കുട്ടി ജസ്റ്റിനാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഡാൻസ് കളിക്കും. ഓഗസ്റ്റ് 1-ാം തീയതി, അതും ഈ ആഴ്ചയാണല്ലോ. സോ സുമതി വളവ് ഇത് ആക്ച്വലി പാട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ പടത്തിൽ ഈ എനിക്കൊന്ന് പടത്തിൻ്റെ മറ്റേ ഏതായിരുന്നു ഈ അടുത്തിടെ സിനിമ തുടങ്ങാൻ ചിലപ്പോൾ കുറച്ച് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഈ പറഞ്ഞ പോലെ പരിപാടിയൊക്കെ ഉണ്ടാവും. ഉജ്ജ്വലൻ മൂടായിരിക്കും തോന്നുന്നു. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, അതായത് ഈ അന്വേഷണവും പരിപാടിയൊക്കെ ക്യാരക്ടർ ബേസ്ഡ്. ഇവന് ഇത് കുറച്ചുകൂടെ സീരിയസ് ആണ്, കുറച്ച് കോമഡി ആയിരുന്നു ത്രൂ ഔട്ട്. അല്ല അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉജ്ജ്വലൻ്റെ ക്യാരക്ടർ, അവന് കുറച്ച് ഭയമുണ്ട്. ആ ഭയത്തിനെ ബേസ് ചെയ്തിട്ടാണല്ലോ, ആ ഓവർകമ്മിങ് പോലെയാണല്ലോ ആ കേസിനെ അവർ ട്രീറ്റ് ചെയ്യുന്നത്. ഇതും അതുപോലെ ഈ സുമതി വളവിനെ ബേസ് ചെയ്ത് അതിൻ്റെ ഫുൾ ഫോക്കസ് അതിലേക്കല്ലാതെ ഇവൻ ഒരു പേടി അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. ആ ലൈനിലാന്ന് തോന്നുന്നു ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ സുമതി വളവിൻ്റെ കഥ എക്സ്പ്ലെയിൻ ചെയ്യുക അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഒക്കെ കാണിക്കുമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇവൻ്റെ ഓരോ കഥകളുണ്ടല്ലോ ഇങ്ങനെ പിള്ളേരോടൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് തോന്നുന്നു. അല്ലെ ഈ സുമതി വളവെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു പ്രേതമാണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന എലമെന്റിൽ അത് പ്രേതമല്ല, അതൊരു മനുഷ്യ നിർമ്മിതമായിരിക്കും, അല്ലെങ്കിൽ മനുഷ്യരായിരിക്കും അതിനെ. കാരണം ഗോകുൽ സുരേഷിൻ്റെ ക്യാരക്ടർ വേറൊരു മൂഡിലാണ് നിൽക്കുന്നത്. ചിലപ്പോൾ അവനായിരിക്കും ഇതിൻ്റെ ട്വിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും പറയുന്നു, അങ്ങനെയൊക്കെ അറിയില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു, അതായത് പ്രോപ്പർ ഹൊറർ സാധനമാണോ അതോ ഈ പറഞ്ഞ പോലെ പ്രേതമല്ലാത്ത ക്യാരക്ടർ. അതെ, അങ്ങനെ. സോ നോക്കാം. അപ്പോൾ ഏതായാലും ഇതും ഓഗസ്റ്റ് 1-ാം തീയതിയാണ് റിലീസ്. ഇപ്പോൾ ഈ ആഴ്ച 2 പടമായി. കിങ്ഡം 31 1-ാം തീയതി സുമതി വളവ്. പിന്നെ അങ്ങനെ ചിന്തിക്കാൻ കാരണം നമ്മുടെ മാളികപ്പുറം എടുത്ത ആളല്ല. അത് ഇതുപോലെ ലാസ്റ്റ് വന്നിട്ട് ട്വിസ്റ്റിൽ ഇതല്ല എന്ന് പറയുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ. അതല്ല. അതെ. പിന്നെ ആക്ച്വലി ഗോകുലം ഗോപാലനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു അത്യാവശ്യം പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരു കാഴ്ച കളർഫുൾ ആണ്, വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. അതെ, എന്താണെന്നനുസരിച്ചാണ്. അതെ, എങ്ങനെ ഉണ്ടാവും. കാരണം ഇതിൽ ഞാൻ ഈ കണ്ട 2-3 പാട്ടിലും ഈ ഭയങ്കര, ഞാൻ ആ പാട്ട് കണ്ടപ്പോൾ ആലോചിച്ചു, ഇവർ സുമതി വളവെന്ന് പറഞ്ഞിട്ട് ഈ ഹൊറർ പടത്തിന് ഭയങ്കര ലൈറ്റർ ആയിട്ടുള്ള സാധനമാണല്ലോ എന്ന് ഞാൻ ആ 2 പാട്ട് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു.
ബട്ട് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി ഓക്കെ പടം ഇപ്പം നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഓഗസ്റ്റ് 1 സുമതി വളവും കാണുന്നതായിരിക്കും.